ഒക്ടോബർ 1 രാജ്യാന്തര സംഗീത ദിനം. തയ്യാറാക്കിയത് MC വിനീത. ലോകത്ത് ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി ഏവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് സംഗീതമാണ്. ഒരു സ്പാനിഷ് പാട്ടിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും അതിൻ്റെ താളം നമ്മെ ചുവടുവെപ്പിക്കും. ആഫ്രിക്കൻ നാടോടി ഗാനം നമ്മളിൽ ഊർജ്ജം നിറയ്ക്കും. ഒരു രാഗത്തിന് നമ്മെ അപരിചിതമായ അനുഭൂതികളിലേക്ക് കൊണ്ടുപോകാനാകും. അതിനാലാണ് സംഗീതത്തെ സാർവലൗകിക ഭാഷ എന്ന് വിളിക്കുന്നത്. കേവലം വിനോദം മാത്രമല്ല സംഗീതം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാന്തമായ സംഗീതം സഹായിക്കുമെന്ന് പല ഗവേഷണങ്ങളും പറയുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സംഗീതത്തിന് കഴിയും. കവിതകളും സൂത്രവാക്യങ്ങളും ഈണത്തിൽ പഠിക്കുന്നത് അത് മറന്നു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കാറില്ലേ? സംഗീതത്തിൻ്റെ മാന്ത്രികതയാണത്. പുരാണങ്ങളിലും ചരിത്രത്തിലുമെല്ലാം സംഗീതം കൊണ്ട് അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തവരുടെ കഥകളുണ്ട്. സംഗീതമില്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനാകുമോ? എത്ര വിരസമാകും അത്! ആനന്ദത്തിനും സങ്കടത്തിനും രോഷത്തിനുമെല്ലാം സംഗീതം നമുക്കൊപ്പമുണ്ട്. ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ ഭേദിക്കുന്ന മഹാപ്രവാഹമാണത്. ലോകപ്രശസ്ത വയലിനിസ്റ്റും സംഗീതജ്ഞനുമായിരുന്ന യഹൂദി മെനൂഹിൻ്റെ നേതൃത്വത്തിൽ യുനെസ്കോയുടെ ഭാഗമായ ഇൻ്റർനാഷണൽ മ്യൂസിക് കൗൺസിലാണ് 1975 ഒക്ടോബർ 1 ആദ്യമായി രാജ്യാന്തര സംഗീത ദിനം ആചരിച്ചത്. സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക, വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ സംഗീതത്തിലൂടെ സൗഹൃദം വളർത്തുക, എല്ലാ സമൂഹത്തിലും സംഗീതത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക എന്നിവയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു സംഗീത സാമ്രാട്ട് താൻസൻ. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് പ്രകൃതിയെപ്പോലും സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു പറയപ്പെടുന്നു. ഒരിക്കൽ വരൾച്ച രൂക്ഷമായപ്പോൾ ചക്രവർത്തി താൻസനോട് മഴ പെയ്യിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മേഘമൽഹാർ രാഗം ആലപിക്കുകയും അത് തീരും മുൻപ് ആകാശം കാർമേയം കൊണ്ട് നിറഞ്ഞ് മഴ പെയ്യുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ദീപക് രാഗം പാടി വിളക്കുകൾ തെളിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നാണ് വിശ്വാസം. ഗ്രീക്ക് പുരാണത്തിലെ ഇതിഹാസ സംഗീതജ്ഞനാണ് ഓർഫ്യൂസ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലയർ എന്ന സംഗീതോപകരണം വായിക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും മരങ്ങളും പാറകളും വരെ ആ നാദത്തിൽ ലയിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂറിഡിസി പാമ്പ് കടിയേറ്റ് മരിച്ചു. ദുഃഖം സഹിക്കാനാവാതെ ഓർഫ്യൂസ് ഭാര്യയെ തിരികെ കൊണ്ടുവരാനായി മരണദേവനായ ഹേഡ്സിൻ്റെ വാസസ്ഥലമായ പാതാളത്തിലേക്ക് യാത്രയായി. അവിടെ അദ്ദേഹം തൻ്റെ സംഗീതത്തിലൂടെ മരണദേവൻ്റെയും പത്നിയുടെയും ഹൃദയം അലിയിച്ചു. അവർ യൂറിഡീസിയെ തിരികെ നൽകാൻ ഒരു നിബന്ധനയോടെ സമ്മതിച്ചു. ഭൂമിയിലെത്തുന്നതുവരെ ഓർഫ്യൂസ് തിരിഞ്ഞു നോക്കരുത്. എന്നാൽ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ആകാംക്ഷ